ഇതിൽ ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും വാർത്തകൾ കണ്ടു. ഇത്രത്തോളം ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ രാവിലെ മുതൽ ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് അത് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മധുചേട്ടനായിരുന്നു, ഒരു വനിതയാണ് കൗൺസിലറായിട്ട് വന്നത്. നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് MLA തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം MLA സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം കൊണ്ടുവന്നു. ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. പറയുന്നത് ഈ എൻ്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ്, പൊതുജനങ്ങളൊക്കെ ഇപ്പം മധുചേട്ടൻ ഒരു പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് അല്ല ഒരു വനിത. കുറച്ച് അല്ല ആ റൂമിലല്ല. ബിന്ദു എന്ന കൗൺസിലർ ഇപ്പോൾ MLA ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത്. ബിന്ദു കൗൺസിലറാണ് MLAക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്തത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത്. അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെയാണ് ഫയലും ടേബിളും ഒക്കെ വച്ചിരിക്കുന്നത് ആ കൗൺസിലറുടെ ഓഫീസിൽ. മധുചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളും ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയത്. ഇവർ വന്നപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ചോദിച്ചു, സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീലേഖ ചേച്ചി എന്നെ വിളിച്ചിരുന്നത് കഴിഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അങ്ങനെയല്ല സനക, അത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ. അതായത് അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പം ഉള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. അതിന് അല്ല അത് ഇപ്പം ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാക്കും, അതിനെ ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പരിചയമില്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത്. വർഷങ്ങളായി പരിചയമുണ്ട്, പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ടാണ്, ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇല്ല അല്ലല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആൾ അല്ല, ഞാൻ പറയാമല്ലോ. ഇത് അങ്ങനെ അത്തരത്തിലോട്ടുള്ള വ്യാഖ്യാനത്തിലൊന്നും പോകണം എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുമോ? ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കും? അല്ല, അതൊക്കെ ആളി കത്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ അതൊന്നും വാർത്ത കൊടുക്കണ്ട. അതായത് ചോദിച്ചത്ര മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഞങ്ങളോടും പറഞ്ഞത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഇത് മാത്രമല്ല, ഇന്നലെ മീറ്റ് ദ പ്രസിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 832 രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു 380, കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ, സ്ക്വയർ ഫീറ്റ് 300-350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റൂം കൊടുത്തിരിക്കുന്നത് 832 രൂപയ്ക്കാണ് മാസം. പക്ഷേ നമ്മുടെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അത് പോരാ. ഞാൻ MLA ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ്, പൊതുജനങ്ങൾ വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. MLA ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് അതിന് ഇളവുകളുണ്ടാകാം, നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അത് പക്ഷേ ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിങ് 832 രൂപയ്ക്ക് ശാസ്തമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ എവിടെ കിട്ടും? ഇന്നലെ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് അറിയാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ
മുതൽ 50-60 രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട്. 300 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 50 രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും? എത്ര വരും? 300 സ്ക്വയർ ഫീറ്റ് 50 രൂപ വെച്ചാണെങ്കിൽ 15,000 രൂപ വരും. 15,000 രൂപ വരും. 15,000 രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ MLA ഓഫീസായിട്ട് കമ്പയർ ചെയ്യുകയല്ല, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക്, ഞാൻ വേറെ പോയിന്റോട്ടാണ് ഇപ്പോൾ പറയുന്നത്, കോർപ്പറേഷനിലെ 100 കണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. അല്ല, അത് പരിശോധിക്കണം. എനിക്കത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ ഏത് പീരീഡിൽ കൊടുത്തതാണ്, അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട്, എത്ര രൂപ, ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ 832 പറയുന്നതല്ല, കേട്ടറിവ് വെച്ച് പറയുന്നതാണ്. നാളെ വർക്കിംഗ് ഡേ ആയതിനു ശേഷം സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് രേഖകളൊക്കെ പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം. അല്ല, അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ജനങ്ങൾക്ക് പരമാവധി സൗകര്യപ്പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോവേണ്ടത്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിലൊന്നും പഠിച്ചിരിക്കാതെ പരസ്പരം സഹകരണവും കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ തന്നെ ചർച്ച ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത്. ഞാൻ ഇന്ന് ഈ കോണ്ടക്സ്റ്റിൽ പത്രക്കാരെ കാണാം എന്ന് മാധ്യമപ്രവർത്തകർ രാവിലെ പലരും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്ര വലിയൊരു വിവാദമാക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ കാണാമെന്ന് ഉദ്ദേശിച്ചത്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് 100 കണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. വേണ്ടേ? 15,000 രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് 850 രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം? 1.5 ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത് 1.5 ലക്ഷമല്ല, 1,80,000 രൂപ കിട്ടേണ്ടടുത്ത് വെറും 10,000 രൂപ കിട്ടുള്ളൂ. പരിശോധിക്കണം, തീർച്ചയായിട്ടും പരിശോധിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.